കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയോട് 45 മിനിറ്റ് നേരം ചർച്ച ചെയ്തു. കേരളത്തിൻ്റെ ഫണ്ട് വാങ്ങിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിൽ PMC പദ്ധതി ഫണ്ട് ഒഴികെയുള്ള കാര്യങ്ങളാണ്. PMC പദ്ധതിയുടെ കാര്യം ക്യാബിനറ്റിൻ്റെ തീരുമാനം കേന്ദ്രമന്ത്രിയെ ഞാൻ നേരിട്ട് അറിയിക്കുകയും ഇന്നലെ രാവിലെ തന്നെ കേന്ദ്രമന്ത്രിക്ക് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്രമന്ത്രിക്കല്ല, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്. PMC പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ച് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ കത്തയച്ചത് LDF രാഷ്ട്രീയത്തിൻ്റെ വിജയമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ പ്രസ്താവന കണ്ടു. ഇത് ആരുടെയും വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും പ്രശ്നമൊന്നുമല്ല. ആരെങ്കിലും ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഏതെങ്കിലും ഒരു കൂട്ടരുടെ വിജയമാണ്, വേറെ കൂട്ടരുടെ പരാജയമാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു നയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊണ്ട് ആ നയം കൂടിയാലോചനയിലൂടെ പരിഹാരം കാണണമെന്നുള്ളതിലേ തീരുമാനിച്ചു. പിന്നെ RSSൻ്റെ അജണ്ടയ്ക്കെതിരായി വിദ്യാഭ്യാസ രംഗത്ത് സമരം ചെയ്യുന്ന വിദ്യാർത്ഥി അധ്യാപക പ്രസ്ഥാനങ്ങളുടെ വിജയത്തിന് വേണ്ടിയുള്ള ഇടത് സംഭാവനയാണെന്നും ഇവിടെ ചില ആൾക്കാർ സൂചിപ്പിക്കുന്നത് കണ്ടു. എന്തായാലും RSSൻ്റെ അജണ്ട കേരളത്തിൽ ഒരു കാരണവശാലും നടപ്പിലാക്കുവാൻ വേണ്ടി, വിദ്യാഭ്യാസ രംഗം നടപ്പിലാക്കാൻ വേണ്ടി അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ആ വിഷയത്തിന് വേണ്ടി ദേശീയാടിസ്ഥാനത്തിൽ ആരൊക്കെയാണ് സമരം ചെയ്തത്, ആരൊക്കെയാണ് അതിൽ ഇടപെട്ടത്, ആരൊക്കെയാണ് അതിൽ കൊടിയ ത്യാഗം സഹിച്ചതെന്ന് എന്നുള്ള കാര്യങ്ങളൊന്നും അളക്കുവാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ.